आनंद, शालिनी, कसं वाटते तुम्हाला as a झकास परफॉर्मन्स करून? अपने जान जान performance परफॉर्मन्स केला. Tell me once more. अपने जान परफॉर्मन्स केला. Wow. Super. ഞാൻ ഇതിന്റെ ട്രാൻസ്ലേഷൻ പറയാൻ ഇത്രേ ചോദിച്ചുള്ളൂ. ഹൗ ഡു യു ഫീൽ? അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾ നന്നായിട്ട് ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പൊ ജഡ്ജസ് നിങ്ങൾ പറയൂ. റോമിയോ ജൂലിയറ്റ്. Anand and Shalini, it was good performance and good concept. எல்லாம் அந்த அந்த கடல்லேருந்து வந்தது, சீலேருந்து வந்தது எல்லாமே நல்லா இருந்தது. ஆனந்த் கொஞ்சம் பாடல. ஷாலினியும் நல்லா எல்லாம் பண்ணியாச்சு, எல்லாம் ஓகே. இன்னும் நல்ல பெட்டர்மெண்ட் பண்ணலாம், இன்னும் கொஞ்சம் நல்லா கோரியோகிராஃப் பண்ணலாம்னு தோணுச்சு. ஆனந்த் யூ ஷுட் ஃபினிஷ் த மூமெண்ட்ஸ், தட்ஸ் இட் ஐ ஃபெல்ட். அவ்வளோ ரொம்ப மிஸ்டேக்ஸ் ஒன்றும் கிடையாது, லிட்டில் மிஸ்டேக்ஸ், பட் இஃப் யூ கரெக்ட் இட் வில் ബി മച്ച് മോർ ബെറ്റർ. ദാറ്റ്സ് വാട്ട് ഐ ഫെൽറ്റ്. ആനന്ദ്, ഒരു കാര്യം, ആനന്ദ് കരയിലേക്ക് വന്നിട്ടേ ഇവിടെ വലയെറിഞ്ഞ എവിടെയാ? ഐലൻഡ് ആണ്. ഐലൻഡ് ആയിരുന്നല്ലേ? ജോൺ, ഞാനും ആ പോയിന്റ് പിടിച്ചു വെച്ചിരുന്നതാണ്. സോറി. പക്ഷെ നല്ലത്, സി ഇറ്റ്സ് നൈസ്. അപ്പോൾ നമ്മളെല്ലാവരും വളരെ ഡീപ്പായിട്ടാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നോട്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഈ സോങ് ആനന്ദിന്റെ പെർഫോമൻസ് കണ്ടതിൽ 3 മിസ്റ്റേക്സ് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒന്ന്, ഈ ഒരു മൂവ്മെന്റ് അല്ലേ, അതിന് പകരം ആനന്ദ് അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. സെക്കൻഡ്, എനിക്ക് ഫീൽ ചെയ്തത് ഇത് ഒരു ലോജിക് ഇല്ല. അവിടെ കരയിൽ വന്നിട്ട് ഇവിടെ വലയെറിയുന്നു, മീൻ പിടിക്കുന്നു, അപ്പോൾ അതിന് പകരം വല നെയ്യോ അങ്ങനെ എന്തെങ്കിലും ഇതാക്കായിരുന്നു. പിന്നെ മൂന്നാമത്തത്, ആനന്ദ് കൊഞ്ചമല്ല മിക്കവാറും പാടിയില്ല. പിന്നെ അത് ലിറിക്സ് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. இன்னும் கொஞ்சம் மூமெண்ட்ஸ் ஃபினிஷ் பண்ணலாம். ட்ரை டு ஃபினிஷ் த மூமெண்ட்ஸ். ஸோ இன்கம்ப்ளீட்டாக இருந்தது நிறைய இடத்துல. தட்ஸ் வாட் வி ஃபீல். பட் அதர் தென் இட் வாஸ் குட் பர்ஃபார்மன்ஸ். ஆல் தி பெஸ்ட். Thank you. Leila Majnu. Hi Anand, Shalini, it was nice effort, nicely presented. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. നിങ്ങൾ രണ്ടുപേരും ജോളി ആയിട്ട് എൻജോയ് ചെയ്ത് തന്നെ ചെയ്തു. ആ ഒരു മറാഠി കോഹ്ലി സ്റ്റൈൽ. ആൻഡ് കുറച്ച് മിസ്റ്റേക്സ് ഇടയ്ക്ക് ഉണ്ടായിരുന്നു. അത് നമ്മുടെ റോമിയോ ജൂലിയറ്റ് നോട്ടീസ് ചെയ്തതുപോലെ. ബട്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നെക്സ്റ്റ് റൗണ്ടിൽ പെർഫോം ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. Thank you. Shanti Master. ഫസ്റ്റ് ലെറ്റ് മീ താങ്ക് ആനന്ദ്, ശാലിനി. താങ്ക് യു. ഒരു ഫോക്ക് റൗണ്ടിന് വേണ്ടിയിട്ട് വേറെ ഒരു സ്റ്റേറ്റിന് ഒരു മഹാരാഷ്ട്രീയൻ കോഹ്ലി ഫിഷർമെൻ ഡാൻസ് അല്ലേ, ഒരു കടപ്പുറത്ത് കാണിക്കുന്ന ഒരു നല്ല ഫിഷർമെൻ ഡാൻസ് ആണ് ഞങ്ങൾ കാണിച്ചത്. താങ്ക് യു സോ മച്ച്. പക്ഷേ ശാലിനിക്ക് ഇപ്പോഴും ഒരു പിടുത്തമുണ്ട്. ഇങ്ങനത്തെ ഈ ലാവ്നി, മറാഠി കൈൻഡ് ഓഫ് ഡാൻസസ് ഒക്കെ ഫോക്കൊക്കെ ചെയ്യുമ്പോൾ ദിൽ ഓപ്പൺ ആൻഡ് ഡു മോർ. ഇങ്ങനെ നമ്മൾ ഒരു ലിമിറ്റേഷൻ ഉണ്ടാവില്ല. അത് ചെയ്യുമ്പോൾ തന്നെ ഒരു നല്ല അനക്കുണ്ടാവും. ബോഡീനെ കുറച്ചും കൂടി ഓപ്പൺ ചെയ്തിട്ട് ചെയ്യണം. ചെറിയ കറക്ഷൻസ് അവരെല്ലാം പറഞ്ഞു കഴിഞ്ഞു, ഞാൻ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇതെല്ലാം കൂടി ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത റൗണ്ടിൽ ഏത് ഫോം എടുത്താലും ഏത് സ്റ്റൈലായിട്ട് എടുത്താലും ഡീറ്റെയിൽ ആയിട്ട് എനിക്കും തോന്നിയത്. ബിക്കോസ് നമുക്ക് വിഷ്വലി അവിടെയാണ് കടൽ, പിന്നെ ഒരു മീൻ പിടുത്തമൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു വലിയ മീനെ കൊണ്ടുവന്നതാണ് ആനന്ദ് അല്ലേ. അപ്പം അതെല്ലാം കാണിച്ച സ്ഥിതിക്ക് ഇവിടെ വല വീശിയപ്പോൾ എനിക്ക് അത് കറക്റ്റായിട്ട് തോന്നിയില്ല. നമ്മൾ ഐലൻഡ് എന്ത് വേണമെങ്കിൽ പറയാം, ഇല്ല ഞാൻ ഒരു ചെറിയ ഇത് അവിടെ വെച്ചിരുന്നു, എന്ത് വേണമെങ്കിൽ പറയാം. പക്ഷേ വിഷ്വലി പ്രസൻറ്റേഷനിൽ അതൊരു എററായിട്ടാണ് എനിക്കും തോന്നിയത്. മനസ്സിലായോ? സോ ഇതെല്ലാം എനിക്ക് ഇന്ന് ശാലിനിയെക്കാട്ടിലും ആനന്ദ് സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആനന്ദ് കുറച്ചും കൂടി ആ ഒരു ഫോക്ക് സ്റ്റൈലിലേക്ക് കയറി വന്നു. പിന്നെ സിജ, എത്ര നേരം നീ ആ വലിയ മീനും കയ്യിൽ വെച്ചിട്ട് നീ ഇത് കഴിഞ്ഞ ഉടനെ ആ മൈക്ക് പിന്നെ നിന്റെ കൈയെല്ലാം സോപ്പിട്ട് കഴുകില്ലെങ്കിൽ ഈ സെറ്റിനകത്ത് വരാൻ പാടില്ല. ഇതിന്റെ കൂടെ പോയിക്കോളാം. ഓ, ഇവിടെ ആരെങ്കിലും വെജ് അങ്ങനെ ആൾക്കാരുണ്ടോ? എല്ലാവർക്കും മീൻ ഇഷ്ടമാണോ? ആ സിജയുടെ കയ്യിലുള്ള മീൻ ഇഷ്ടമാണോ? മൈക്കിൽ പറയുക. പിന്നെ ഓ സിജ, ഈ 2 ജോഡീസ് ഉണ്ടല്ലോ, ഇതിൽ ഇപ്പൊ നമുക്ക് ആ ജോഡീസ് വിട്ടിട്ട് ഇവിടെ 4 പേരിൽ ആർക്കെങ്കിലും ഈ ഫിഷ് കൊടുക്കുമെങ്കിൽ നിന്റെ ഒരു വക ട്രീറ്റ് ആർക്കായിരിക്കും സിജ അത് കൊടുക്കാൻ പോകുന്നത്? സിജ, ഓക്കെ, ഇപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത പിന്നെ പറഞ്ഞ ആൾക്കായിരിക്കും ഞാൻ കൊടുക്കുന്നത്. அரவிந்த் போயிடான், எனக்குள்ள ஃபிஷ் போய் ஆத்துல ஓடுற தண்ணி யாருக்கு சொந்தம் மாஸ்டர்? நான் தண்ணியை பத்தி பேசல கண்ணா, தண்ணியில இருக்கிற மீனை பத்தி பேசுறேன். மீன் കൂടുതൽ വക ഉള്ള മീനുണ്ടല്ലേ, അതുപോലെ ഒരു മീനും ആ ജോണക്ക് പോട്ടെ.
നമ്മൾക്ക് കൂടിയ ചെറിയ ചെറിയ മീൻ അവിടെ ഉണ്ടല്ലേ, അത് വളർന്ന് പെരിയ മീനായിട്ടാവും. വലയിൽ വേറെ മീൻ ഉണ്ടായിരുന്നു അല്ലേ, ചെറിയ മീനൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ആ ചെറുത് പുള്ളിക്കും കൂടെ കൊടുത്തേ. ചെറുത് മതി, ചിന്നതാ എപ്പോഴും നല്ലത്. Okay. Okay, fine. We'll go for the marks. Okay, Laila Majnu, marks. 8.5 on 10. 8.5. Romeo Juliet. 8 out of 10. 8 out of 10. Shanti Master. 8.5 on 10. 8.5. 25 out of 30. That's a good marks. 25 out of 30, അല്ലേ? അപ്പോൾ ആനന്ദ് ശാലിനി, താങ്ക് യു സോ മച്ച്. പിന്നെ കഷ്ടപ്പെട്ട് പിടിച്ച മീനല്ലേ, കൊണ്ടുപോയിക്കോ. താങ്ക് യു. താങ്ക് യു. നമുക്ക് ഹിന്ദി സിനിമകളെ കാണുന്ന ഒരു പാട്ട് മാതിരി തന്നെയായിരുന്നു ഫോർമേഷൻസ് ഇതെല്ലാം. പക്ഷേ കൂടെ വന്ന പിള്ളേർ ഇച്ചിരി പ്രായം കുറവുള്ള പിള്ളേരായതുകൊണ്ട് നിങ്ങളുടെ പ്രായത്തിന് ഒരു മാച്ച് ചെയ്യുന്ന ഒരു ഗ്രൂപ്പായിട്ട് എനിക്ക് തോന്നിയില്ല. कोली